പരിശുദ്ധാത്മാവിന്റെ ഫലം, എഫക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളതിന്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ നമുക്കത് കിട്ടുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ, ആത്മാവിന്റെ ഫലമോ, ഫലങ്ങൾ എന്നല്ല, ഫലം എന്നാണ്. ആത്മാവിന്റെ ഫലമോ എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇങ്ങനെ 9 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ഒന്ന് തന്നെയല്ല, ഇതിന്റെ ഒരു സമന്വയനമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. നമ്മളിൽ പലപ്പോഴും ഒന്നുള്ളപ്പോൾ ഒന്നില്ല. ഈ 9ന്റെയും സംക്ഷിപ്തതയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ഈ 9 എഫക്ട്സും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ അനന്തരമായ ഫലങ്ങൾ 9ഉം ഒരു വ്യക്തിയിൽ പ്രകടമാകുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മനിറവ് എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിനൊന്നും അവഗണിക്കുന്നില്ല, തള്ളിക്കളയുന്നുമില്ല. പക്ഷെ ഞാൻ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ എല്ലാം ഉപരിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും സൗമ്യതയും ഇത്യാദി കാര്യങ്ങളെല്ലാം പ്രകടമാകണം ഒരു സെക്കൻഡ് പേഴ്സണ്. രണ്ടാമത്തെ കക്ഷി നമ്മളെ നോക്കുമ്പോൾ നമ്മിൽ നിന്ന് അത് കാണാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ആത്മനിറവെന്ന് പറയണത്. അതിന് പലപ്പോഴും അതിനെക്കുറിച്ച് ഈ പ്രധാനപ്പെട്ട വസ്തുതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ശബ്ദകോലാഹലങ്ങൾ, ഒച്ചപ്പാട്, പിന്നെ ഓരോ നമ്മളുടെ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ശബ്ദം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ, ഇതൊക്കെ ആത്മനിറവിന്റെ അടയാളങ്ങളായി പറയുന്നുണ്ട്. അതാണെന്നോ അല്ലെന്നോ പറയാനോ വിവേചിക്കാനോ വിധിക്കാനോ ഞാൻ ആളല്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത് ആ കാര്യങ്ങൾക്കപ്പുറത്തുണ്ട് ചില കാര്യങ്ങൾ. അതിലേക്കാണ് നമ്മൾ നമ്മുടെ ക്യാമറ തിരിച്ചു വെക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് ഈ ഫലങ്ങൾ, ഈ ആത്മാവിന്റെ ഫലങ്ങളുടെ ഈ എഫക്ട്സ് എന്റെ ജീവിതം ഞാനത് നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ തമ്മിൽ സ്നേഹമില്ല. രോഗശാന്തി ശുശ്രൂഷയും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സത്യവും നീതിയും ഇല്ല. എന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കൈവരുന്നതാണ് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അവനിൽ ആത്മാവിൻ്റെതായ ഫലങ്ങൾ പ്രകടമായി കാണണം.
നമ്മളതിനെ ഒരിക്കലും ചെറുതായി കാണരുത്. അത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ കഴിയാത്ത വസ്തുതയാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. പ്രിയമുള്ളവരെ, എന്നാൽ നമുക്കറിയാം, ആദം ഏദൻ എന്ന പർദീസായിലിരിക്കുമ്പോ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതാണ് അവരുടെ ആത്മീക മരണത്തിന് കാരണമായി തീർന്നത്. ക്രിസ്തേശുവിൽ വീണ്ടും ജനിക്കുന്ന ഒരാൾ ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിക്കുമ്പോൾ നമ്മൾ ആത്മീക പർദീസായിലെ അനുഗ്രഹിക്കപ്പെട്ട നടുതലയായി മാറുകയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ വിളഞ്ഞു കാണാനാണ് വലിയവനായ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിശാച് അതുപോലെ തന്നെ നമ്മിൽ നിന്ന് ഫലങ്ങളെ ലൂട്ട് ചെയ്യുന്നവനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് സകല ഫലങ്ങളിലും, അല്ലെങ്കിൽ ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലില് ഏറ്റവും പ്രധാനമായി കാണേണ്ട മിനിമം കാര്യമാണ്. സ്നേഹമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സമാധാനം ഉണ്ടാകണം. ഇത് മൂന്നും നമ്മിൽ നിന്ന് കവർന്നുകൊണ്ട് പോകുന്നവനാണ് ദുരാത്മാവ്. ദുഷ്ടാത്മാവിന്റെ ഡ്യൂട്ടി നമ്മുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ്. അവൻ എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 1 പത്രോസ് ലേഖനത്തില്, ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി നമുക്ക് ചുറ്റും കറങ്ങുന്നവനാണ് ദുരാത്മാവ്. എങ്ങനെ നമ്മളെ സ്വന്തമാക്കാം, എങ്ങനെ നമ്മളെ തകർക്കാം, എവിടെ നമ്മളെ വേദനിപ്പിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ പടിപടിയായി അടക്കടക്കായിട്ട് ജീവിതത്തിൽ വരുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷം എടുക്കാൻ നോക്കും അവൻ. ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് നാം കാണുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടില്ല, നമ്മുടെ സമാധാനം നഷ്ടപ്പെടില്ല, നമ്മുടെ ബന്ധങ്ങൾക്ക് വലച്ചിൽ വരില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പിശാച് നമ്മിൽ നിന്ന് സമാധാനം എടുത്തുക. നമ്മുടെ ചില പ്രയോഗങ്ങൾ കേട്ടു നിൽക്കുന്നവരിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കില്ല. കേട്ടു നിൽക്കുന്നവരിൽ ഒരു പോസിറ്റീവ് എനർജി അല്ല ഉണ്ടാക്കണേ. നമ്മളുടെ മുഖത്ത് പാപം കണ്ടാൽ അനേകരുടെ ധൈര്യം ക്ഷയിക്കും. നമ്മളുടെ ചില പ്രതികരണങ്ങൾ കേട്ടാൽ മറ്റുള്ളവന്റെ സപ്തനാടികളെല്ലാം തളർന്നു പോകും. എന്നാൽ കൂട്ടായ്മയ്ക്ക് വന്നാൽ 100 കൂട്ടായ്മ വിട്ടിറങ്ങുമ്പോ ഒരൊറ്റ ടെലിഫോൺ കോൾ മതി, മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെയായി. പിന്നെ നമ്മള് മൊത്തം പോയി എന്ന് പറയും, എല്ലാം പോയി, ഇനി ഒന്നുമില്ല, സകലതും നശിച്ചു. മുട്ടക്കച്ചവടം ചെയ്യുന്നവന്റെ വണ്ടി മറിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ബാക്കിയില്ല, എല്ലാം പോയില്ലേ, അവനെല്ലാം പോയി, ഒന്നും ബാക്കിയില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കും. ഒരിക്കലും അതിനാണ് നമ്മൾ വചനം പഠിച്ചു വളരണം. വചനം പഠിച്ചെങ്കിലേ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എന്നും ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയും മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച കാര്യവും മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ഉൾക്കാതൽ ഉണ്ടാവില്ല, അകത്തെ മനുഷ്യന് കരുത്തുണ്ടാകില്ല. അതുകൊണ്ട് ഓർക്കണം, അതുകൊണ്ട് ശ്രദ്ധിക്കണം, എനിക്കത് വേണം. ഓക്കെ, അപ്പോ ഈ നമ്മളിൽ നിന്ന് ഈ 3 കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കണം. ആത്മാവിന്റെ 9 ഫലങ്ങൾ. ഇനി അടുത്തത് ആത്മാവിന്റെ വരങ്ങളാണ്, ഗിഫ്റ്റാണ്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ
1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. 12-ാമത്തെ അധ്യായത്തില് ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നാലാം വാക്യം മുതൽ 12:4 മുതൽ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ശരിക്കും 12:7 മുതൽ 11 വരെ നിങ്ങൾ നോക്കിക്കോളൂ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം നൽകിയിരിക്കുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അതിനായി 9 പരിശുദ്ധാത്മാവിന്റെ 9 സമ്മാനങ്ങൾ. 9 ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. 9 ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവ് തരുന്ന സമ്മാനം. ആത്മനിറവിനനുസരിച്ച് ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് തരുന്ന സമ്മാനമാണിവ. എന്തൊക്കെ? വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം 1, 2 അറിവ്, 3 ഹീലിംഗ്, 4 രോഗശാന്തികളുടെ വരം, മറ്റൊന്ന് മിറക്കിൾസ്, വീര്യപ്രവൃത്തികൾക്കുള്ള വരം, മറ്റൊരുവന് പ്രൊഫസി പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, ഡിസ്ക്രീമിംഗ് ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, സ്പീക്കിംഗ് ഇൻ ടങ്സ്, പലവിധ ഭാഷകൾ. ഇങ്ങനെ ആത്മാവിന്റെ ഫലങ്ങൾ 9 ആണെങ്കിൽ, ഫലത്തിന്റെ എഫക്ട്സ് 9 ആണെങ്കിൽ, ആത്മാവിന്റെ ഗിഫ്റ്റ് 9 ആണ്. ഇത് എങ്ങനെ നമുക്ക് ലഭിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് തരികയാണ്. എല്ലാ വരങ്ങളും നമുക്ക് ചോദിക്കാം. ഇത് കൂടാതെ ഉണ്ട്, സബ്സിഡറീസ് ആയിട്ട് കുറെ ഉണ്ട്. ആർക്കും വേണ്ടാത്തൊരു വരമുണ്ട്. അതെന്നാന്നറിയാമോ? നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു വരമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരം ഏതാണ്? രോഗശാന്തി വരമാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. ആർക്കും ഇഷ്ടമല്ലാത്ത വരം ഏതാണെന്നറിയാമോ? കഷ്ടം സഹിപ്പാനുള്ള വരം. അതൊഴിച്ച് വേറെ എന്തും നമ്മൾ ചോദിക്കും. കഷ്ടതയല്ല വരം, കഷ്ടം സഹിപ്പാനുള്ള വരമാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ കഷ്ടം സഹിപ്പാൻ. ചിലർക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്. നമുക്ക് തോന്നി ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്.
അത് നമുക്ക് അതിനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് നമുക്കത് തന്നെ. നമ്മൾക്കിത് തന്നാലും നമ്മൾ അവന്റെ കാലിന്റെ ചോട്ടിൽ നിന്ന് പോവില്ല. അത് ബി എന്ന് പറയുന്ന ആൾക്ക് കൊടുത്താൽ ചിലപ്പോൾ അവൻ ദൈവത്തെ പഴിച്ചിറങ്ങിപ്പോകും. അതുകൊണ്ട് സഹിപ്പാനുള്ള പ്രാപ്തിക്ക് അനുസരിച്ച് അത് തരും. ഞാനതിനെ പലപ്പോഴും പറയാറുണ്ട്. ഈ KSRTC മറ്റേ ജോലിക്കാർക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കെല്ലാം യൂണിഫോം തയ്ക്കാനായിട്ട് കോക്കി തുണി, ഈ ഒരു പ്രത്യേക കളറുള്ള തുണി ഉണ്ടല്ലോ. ഞാൻ NCCയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് അഡീഷണൽ അടിച്ചിട്ടുണ്ട്. അത് കൊണ്ടു കൊടുക്കുമ്പോ പിന്നെ അപ്പച്ചൻ എനിക്ക് നിക്കർ വാങ്ങിച്ചു തരുമ്പോ ഏറ്റവും കനമുള്ള സാധനം വാങ്ങിച്ചു തരും. അപ്പൊ അത് ഇതൊക്കെ കൊണ്ട് നമ്മൾ തയ്പ്പിന് വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോ അവൻ അപ്പ സൂചി മാറ്റും. ഈ സാധാരണയുള്ള ടെറിക്കോട്ടിന്റെയോ അങ്ങനെയുള്ള തുണികൾ തയ്ക്കാനുള്ള സൂചി വെച്ച് ഇത് തയ്ക്കാൻ പോയി അവന്റെ സൂചി എല്ലാം ഓടിക്കും. അപ്പൊ ആ വസ്ത്രത്തിന്റെ സ്റ്റഫ് അനുസരിച്ച് സൂചിക്ക് മാറ്റം വരുത്തും. റെക്സിനടിക്കുന്ന കടയിൽ ചെന്നാൽ കാണാം അവനുപയോഗിക്കുന്ന നമ്മൾ ഈ തുന്നുന്ന നല്ല ആണി പോലുള്ള സൂചിയാണ് അവൻ ഉപയോഗിക്കുന്നത്. അത് വെച്ച് മെഷീനകത്തകടെ കയറി ഇറങ്ങിയാണ് തയ്ക്കണേ. ഷൂസ് തയ്ക്കുന്നവരുടെ അടുത്ത് ചെന്നാൽ കാണാം അത്. അപ്പൊ എന്താണോ വെച്ചു കൊടുക്കുന്ന സ്റ്റഫ് അതിനനുസരിച്ചുള്ള സൂചിയാണ് അതിന്റെ യജമാനൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെ കൈകാര്യം ചെയ്യാൻ ദൈവത്തെ പോലെ പഠിച്ചവൻ ആരുമില്ല. നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പഠിപ്പിക്കണമെന്ന് നമ്മുടെ അലകും പിടിയും അറിയാവുന്ന ദൈവം. അതിനനുസരിച്ചുള്ള സൂചി അവൻ ഉപയോഗിക്കും. ആ സൂചി കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോ നമ്മൾ അയ്യോ പത്തോ പറയും, നമ്മൾ നിലവിളിക്കും, നമ്മൾ കരയും. ചിലർ വിചാരിക്കും എന്നും കരച്ചിലിന് തന്നെയാണ് എനിക്ക് യോഗമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ജീവിതം ഇല്ല, ആർക്കുമില്ല. അത് തെറ്റായ ധാരണയാണ്. എന്നും കരയേണ്ട ഒരു ജീവിതം ഇല്ല. ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്തോത്രം പറയാം. എല്ലാവർക്കും സുഖവും ദുഃഖവും കൂടി ചേരുന്ന ഒരു പാക്കേജാണ് ലൈഫ് എന്ന് പറയുന്നത്. സുഖം തന്നെ കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. ദുഃഖം തന്നെയും കിട്ടില്ല. ഇത് തമ്മിലൊരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജാണ് നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത്. അതിനകത്താണ് സഹിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരുന്നത്. അപ്പോ അങ്ങനെ സ്നേഹിക്കാനുള്ള വരം, ക്ഷമിക്കാനുള്ള വരം, അതൊക്കെ അതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. 9 മാത്രമല്ല. ക്ഷമിക്കാനുള്ള വരമുണ്ട്, സഹിക്കാനുള്ള വരമുണ്ട്, സ്നേഹിക്കാനുള്ള വരമുണ്ട്, പിന്നെ പ്രസംഗിക്കാനുള്ള വരമുണ്ട്, പാടാനുള്ള വരമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള വരമുണ്ട്. ഇങ്ങനെ ധാരാളം വരദാനങ്ങൾ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ട്. ആമേൻ. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. എനിക്കുള്ള വരം ഇതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനോട് താതാത്മ്യപ്പെടുന്നതും പൊരുത്തപ്പെടുന്നതുമാണ് അത് നമ്മുടെ ലൈഫിലെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ബേസ് അതാണ്. നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിജയം വരിക്കാൻ എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുള്ള വരം എന്താണെന്ന് നാം സ്വയം ചിന്തിക്കണം. അപ്പോ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം എൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ ആഗ്രഹിച്ച ഒരു കുടുംബത്തിലല്ലല്ലോ ഞാൻ വന്നു കയറിയത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കുടുംബ സാഹചര്യം അല്ലല്ലോ എനിക്ക് കിട്ടിയത്, എന്താ ദൈവമേ എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നതുകൊണ്ടാണ് ഇന്ന് വേദോസമായിട്ട് ഈ ഡിവൈസിന്റെ മുൻപിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പരിസരത്ത് എങ്ങും കാണില്ല, വേറെ വഴിക്ക് പോയേനെ. ഇപ്പൊ ദൈവം അവന്റെ മുന്നറിവ്, അവന് മുന്നറിവേ ഉള്ളൂ, അവന് മുൻ നിശ്ചയമില്ല. ദൈവത്തിന് എന്തില്ല? മുൻ നിശ്ചയമില്ല. ദൈവത്തിനുള്ളത് മുൻ അറിവാണ്. ഞാൻ അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. മുൻ അറിവും മുൻ നിശ്ചയവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ അതിനൊരിക്കലും മാറ്റമില്ല. എന്നാൽ ദൈവത്തിന്റെ മുന്നറിവുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് തന്നെ മുന്നറിവുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും ദൈവം അറിയുന്നു. ത്രികാലങ്ങൾക്ക് അതീതനായി ദൈവം അത് കാണുന്നു. അത് നമ്മൾ ഓർത്തിരിക്കണം. നിശ്ചയമായും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു സാഹചര്യങ്ങളും വൃഥാവല്ല. എൻ്റെ വീട്ടിലെ പരുക്കൻ സാഹചര്യത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്, ഒറ്റപ്പെട്ട സാഹചര്യത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പാടിനകത്താണ് ഞാൻ ജീവിക്കുന്നത്, ബാധ്യതകൾക്കകത്താണ് ഞാൻ ജീവിക്കുന്നത്. അതൊന്നും വൃഥാവല്ല. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഓർക്കാറുണ്ട്, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച, പഠിച്ച, വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അനാവശ്യമായി നമ്മളുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കാൻ നമുക്ക് പറ്റില്ല. അതിന് നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം ഭക്ഷണം കളയാൻ പോലും നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം അന്ന് ഒരു കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന ഒരു കാലമുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മൂല്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, വാല്യൂസ് ഉണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചില ഡിസിപ്ലിൻ നമ്മളെ ദൈവം തമ്പുരാൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഈ മിനിസ്ട്രി ആരംഭിക്കുന്ന സമയത്ത് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഒരു മിഷണറി വർക്ക് ആരംഭിക്കുമ്പോൾ അതിന്റെ ആഴവും പരപ്പും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ അതിലേക്ക് എടുത്ത് ചാടിയത്. ഇതിനെന്തുമാത്രം ആഴമുണ്ട്, ഇത് എങ്ങനെയാണ്, എന്താണ്, എവിടെ ചെന്ന് അവസാനിക്കും, ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ മിഷണറിമാരെ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മിഷണറിമാർ എന്നെ പാഠം പഠിപ്പിച്ചു, എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഒരുവിധം മിക്കവാറും കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു എന്ന് പറയാം. ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് നടക്കുമ്പോൾ പ്രസ്ഥാനത്തിലുള്ള ഈ ഡിവൈസിനകത്തിരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളുടെ ഗുരുക്കന്മാരാണ്, എൻ്റെ ഗുരുക്കന്മാരാണ്. എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ച വിദ്വാൻമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ പഠിക്കുന്നു, ഞാൻ അവരെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തമ്മിൽ പഠിച്ചും പഠിപ്പിച്ചും വളർന്നു വരുമ്പോൾ നമ്മിൽ രൂപപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ചില വരദാനങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, നന്നായി ഓർക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ഫലങ്ങൾ, പവേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. റോമാലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം, അടുത്ത ഹെഡിങ് അതാണ്. നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാവിനോട് സമീപിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കേണ്ടത്, നമ്മുടെ ചുമതലകൾ എന്താണ്? ഒന്ന്, നാം പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവ ഇഷ്ടം, ആത്മാവിനെ കെടുത്തരുത്, ആത്മാവിനെ കെടുക്കരുത്. പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഉള്ളിൽ കത്തിച്ചിരിക്കുന്ന ഒരു ആത്മീയ അഗ്നിയാണ്. ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ കത്തിച്ചിട്ടുള്ള ഒരു അഗ്നിയാണ് പരിശുദ്ധാത്മാവ്. അതിനെ കെടുത്തരുത്. നമുക്ക് എങ്ങനെയൊക്കെ കെടുത്താം? ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിനെ ഊതിക്കെടുത്താം, മറ്റൊന്നുകൊണ്ട് കമിഴ്ത്തി വെച്ച് കെടുത്താം, സ്വയം കെട്ടുപോകാം. ഏത് തരത്തിലായാലും പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തരുത്. മറ്റൊന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 51-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം, നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മറുത്ത് നിൽക്കരുത്, എതിരിട്ട് നിൽക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട്
എതിരായി നിൽക്കരുത്, മറുത്തു നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 12-ന്റെ-31-ാം വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അടുത്ത 32-ാമത്തെ വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സകലതും ക്ഷമിക്കുന്ന പരിശുദ്ധാത്മാവ്, എല്ലാ പാപവും ദൈവാത്മാവ് ക്ഷമിക്കും. ആത്മാവിന് എതിരെ ഉള്ള ദൂഷണം എന്ന് പറയുന്നത്, അതിന് പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ അതിനെ തള്ളാതെ അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, കേട്ടു. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാം നമുക്ക് അവബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പാപബോധം പരിശുദ്ധാത്മാവ് തരുമ്പോൾ നമ്മൾ ആത്മാവിനോട് മറുത്തു നിൽക്കുകയാണ്. ആത്മാവിന്റെ ആലോചനയെ നമ്മൾ തട്ടി മാറ്റുകയാണ്. നമ്മൾ പാപത്തെ ന്യായീകരിക്കുകയാണ് ആത്മാവിന്റെ മുൻപിൽ. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അനന്യാസും സഫീറായും പരിശുദ്ധാത്മാവിന്റെ ആലോചനയോടെ മറുത്തു നിന്നു. അതിനെക്കുറിച്ച് അനുതാപം അവർക്ക് വന്നില്ല. അവർ വ്യാജം ചെയ്തു, വ്യാജം പറഞ്ഞു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്തു? ദൂഷണം പറഞ്ഞു, നുണ പറഞ്ഞു, വ്യാജം പറഞ്ഞു. ഇത്രയ്ക്കാണോ നിലം വിറ്റത്? നേരെ നോക്കിക്കൊണ്ട് നുണ പറഞ്ഞു, ദൂഷണം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കെതിരെ ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചുമന്ന മഷിക്ക് എഴുതി വെച്ചോ, ഏത് പാപത്തെക്കുറിച്ച് അനുദപിച്ചാലും മോചനം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഏത് പാപവും ക്ഷമിക്കും ദൈവമക്കളെ. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥയുണ്ട്. അനുദപിക്കണം, ദുഃഖിക്കണം, കരയണം, തീരുമാനിക്കണം, സമർപ്പിക്കണം. കർത്താവെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ മോചനം തരുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഈ ചെയ്ത തെറ്റെനിക്ക് പരിശുദ്ധാത്മാവ് മോചനം തരില്ലെന്ന്. പിതാവായ ദൈവത്തിനെതിരെ ചെയ്ത പാപം കർത്താവിനെതിരെയുള്ള പാപമാണ്. പിതാവായ ദൈവത്തിനും കർത്താവിനും എതിരെ ചെയ്യുന്ന പാപം പരിശുദ്ധാത്മാവിനും എതിരാണ്. നേരെ തിരിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപം പിതാവായ ദൈവത്തിനും എതിരാണ്, പുത്രനാം ദൈവത്തിനും എതിരാണ്. ചുരുക്കത്തിൽ ആ വാക്യം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഏത് പാപവും ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായി ചെയ്യുന്ന ഏത് പാപവും ക്ഷമിക്കും. പക്ഷെ ഈ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടില്ല എന്ന് പറയാൻ കാരണം, നമ്മൾക്ക് ഒരു തെറ്റ് ആവർത്തിച്ച് ചെയ്താൽ പിന്നെ പശ്ചാത്താപം ഉണ്ടാകാൻ വലിയ പാടാ. അനുതാപം വരില്ല, സങ്കടം വരില്ല, കണ്ണിൽ ചോര പൊടിക്കില്ല. എത്ര വചനം കേട്ടാലും കരിങ്കല്ല് പോലെയാകും. നമ്മുടെ മനസ്സ് അങ്ങനെ അങ്ങ് ആയിപ്പോവും, സെറ്റിങ്സ് അങ്ങ് മാറും. അങ്ങനെ പാപത്തിൽ പഴതഴക്കം വരും. ദൈവമക്കളെ ശ്രദ്ധിച്ചോളണം, അങ്ങനെ ഒരു സാഹചര്യം വരാതെ നോക്കണം. ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു വേദന ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ
അത് വളരെ ഡേഞ്ചറസ് ആണ്, വളരെ അപകടമാണ്. ഏത് പാപം ചെയ്താലും പാപം ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു വേദനയുണ്ടെങ്കിൽ മോചനമുണ്ട്. ആ വേദന ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. പാപം ആവർത്തിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അതാണ്. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അനുതാപം വരാത്ത പാപം, അനുദപിക്കാൻ കഴിയാത്ത പാപം, അത് ഈ ലോകത്തോ വരുവാനുള്ള ലോകത്തോ ക്ഷമിക്കില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയരുത്, കള്ളം പറയരുത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതിനെ അതിന്റെ ബോധത്തിലേക്ക് കടന്നു വരാതെ അതിനെതിരായി നിൽക്കരുത്. അതിന്റെ കൂടെ എല്ലാം പറയാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ഒരു വ്യക്തി ചെയ്യുന്ന അവനെ കൊണ്ട് ആത്മാവിൽ നടക്കുന്ന കാര്യത്തെ നമ്മൾ വിവരിക്കും. അതൊന്നും ശരിയല്ലെന്നേ. ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ വിധിക്കാൻ നിൽക്കരുത്. അന്യഭാഷ പറയാണ്, അവൻ പറഞ്ഞോട്ടെ, അത് ആത്മാവിലല്ല എന്ന് പറയാൻ നമ്മൾ പോണ്ട. ഒരുത്തൻ രോഗശാന്തി വരം നടക്കുകയാണ്, നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പോണ്ട. അതല്ല എന്ന് പറയേണ്ടത്, കാരണം നമുക്കറിയില്ല. എന്നാൽ ആത്മാവിനെ വിവേചിക്കാൻ വരമുള്ളവൻ അത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ളവർക്ക് അതും പറയാം. അങ്ങനെയുള്ളവർ പറഞ്ഞോട്ടെ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാതിരിക്കെ നമ്മൾ ഒരിക്കലും ദൈവാത്മാവിൽ ഒരു കാര്യം ചെയ്യുന്നു, അതിനെ പോസ്റ്റ്മോർട്ടം നടത്തി, അതിനെ കീറി മുറിച്ച്, അതിന്റെ മകസർ എഴുതി അവസാനം അതിന്റെ വിധി കൽപ്പിക്കാനായിട്ട് നമ്മൾ പോകാതിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാം? ദുഃഖിപ്പിക്കരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 30-ാമത്തെ വാക്യം നോക്കി. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 5:5. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് കള്ളത്തരം പറഞ്ഞ് സൂത്രം പറഞ്ഞ് മാറരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോ, ഒരു പാട്ട് പാടാൻ പറയുമ്പോ, ഒന്ന് ബൈബിൾ വായിക്കാൻ പറയുമ്പോ, ഒരു 10 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞു മാറും. തൊണ്ടയ്ക്ക് വേദന ഇല്ലെങ്കിലും തൊണ്ടവേദനയാന്ന് പറയും. നിശ്ചയമായും അടുത്ത ആഴ്ച മുതൽ തൊണ്ടവേദന പിടിക്കും. അപ്പൊ പിന്നെ പ്രസംഗിക്കാൻ പറ്റൂല്ലോ. നമ്മൾ ഇങ്ങനെ ഈ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവനോ സൂത്രം അന്വേഷിക്കും. ഇന്ന് പള്ളിയിൽ പോകാതിരിക്കാൻ എന്നാ വഴിയെന്നാണ് ഞായറാഴ്ച നേരം വെളുത്താൽ ആലോചിക്കണേ. ഇന്ന് തെക്കോട്ട പോണ്ടേ, കിഴക്കോട്ട പോണ്ടേ, പടിഞ്ഞാട്ട പോണ്ടെന്നാണ് നമ്മൾ ആലോചിക്കണേ. കൂട്ടായ്മയുള്ള ദിവസം ഇന്ന് അവിടെ കല്യാണം ഉള്ളതെന്നാണ് നമ്മൾ ആലോചിക്കണേ. നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കേൾക്കണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ എഫക്റ്റ്, നമ്മൾ പറഞ്ഞില്ലേ, ഈ എഫക്റ്റ് ആണ് നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് വെളിപ്പെടുന്നത്. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുഖം വാടൂല്ല. നമ്മളിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ അഭാവമാണ് പെട്ടെന്നുള്ള നമ്മുടെ പ്രതികരണങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മളൊക്കെ എന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ്,
പ്രാർത്ഥിക്കും, ഇപ്പോഴും പ്രാർത്ഥിക്കും. നമ്മുടെ പ്രതികരണങ്ങൾ ശരിയാകാനുണ്ട്. പ്രതികരണങ്ങൾ ശരിയല്ല, നമുക്കതിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഒക്കെ നമ്മുടെ പരാജയങ്ങളാണ്. ദൈവമക്കളെ, സാഹചര്യങ്ങൾക്കകത്ത് പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ പൊതുലോകം അറിയും അദ്ദേഹം ഒരു ആത്മീകനാണോ അനാത്മീകനാണോ എന്നറിയും. മക്കളറിയും. എന്നിട്ടാണ് മക്കളുടെ മുമ്പിൽ നിന്ന് നമ്മൾ സാരിയും ചുറ്റി ഇറങ്ങി പോകുമ്പോൾ പിള്ളേർ ചോദിക്കും, എന്തിനാ അമ്മേ ഈ കാലത്തും വൈകുന്നേരം ഇത് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കണ, എന്ത് കാര്യത്തിനാ? വീട്ടിൽ അതിന്റെ യാതൊരു എഫക്റ്റും ഇല്ലല്ലോ. അപ്പൊ എന്തിനാ എന്നും ഇങ്ങനെ ഇതൊക്കെ മാറിക്കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടത്? എന്താ വീട്ടിൽ അതിന്റെ ഒരു പ്രയോജനവും കാണുന്നില്ലല്ലോ. ദൈവമക്കളെ, ചിലർക്ക് പിന്നെ എന്താണെങ്കിലും കാണാൻ കണ്ണില്ല, അത് വേറെ കാര്യം. അവർക്ക് ഇതൊന്നും തിരിയില്ല. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പലരും ഒഴിവാകും. പക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ സമീപനം, നമ്മൾ അതിനെ കെടുത്തരുത്, അതിനോട് മറുത്തു നിൽക്കരുത്, അതിനെതിരെ ദൂഷണം പറയരുത്, പിന്നെ ദുഃഖിപ്പിക്കരുത്, പിന്നെ നിന്ദിക്കരുത്. എബ്രായർ 10:29 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. കണ്ടോ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്, വ്യാജം കാണിക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 5:5. അപ്പോ പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ മനോഭാവം, അതിനെ ദുഃഖിപ്പിക്കാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ നമ്മൾ അനുസരിക്കണം. ആത്മനിറവിന്റെ വ്യവസ്ഥകൾ ഞാൻ വളരെ വേഗത്തിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞത് അങ്ങ് തീർക്കാം. ഒന്ന്, പാപക്ഷമയാണ്. പാപം ഇരിക്കെ ഒരിക്കലും ആത്മാവിൽ നിറയാൻ കഴിയില്ല. പാപക്ഷമയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് ദൈവം നമുക്കും ക്ഷമിച്ചു തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ക്ഷമിച്ചു കൊടുക്കണം. അങ്ങനെ അത് തീരുള്ളൂ. നമ്മുടെ പലരുടെയും ധാരണ, ദൈവം നമുക്ക് പാപക്ഷമ തരുമ്പോ പാപം തീരുന്ന. അതിന്റെ ആ റൂട്ട് ക്ലിയർ ആകണമെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഈ രണ്ട് കാര്യം നടക്കുമ്പോഴാണ് ആത്മനിറവിന്റെ അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടാകുള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിനു വേണ്ടി കാക്ഷിച്ച് പ്രാർത്ഥിക്കണം, വാഞ്ചിക്കണം. നമ്മൾ അതിനു വേണ്ടി ചോദിക്കുന്നവർക്ക് അവൻ അതിനെ എത്ര അധികമായി കൊടുക്കും. പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് അവൻ അത് എത്ര അധികമായി കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം, ആർക്കാണ്? ചോദിക്കുന്നവർക്ക് അവൻ എത്രയധികം അതിനെ കൊടുക്കും. അപ്പോ കാക്ഷിക്കണം. മറ്റൊന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യം: എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. എങ്ങും പോകാതെ അതിനു വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 5:32 പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. 5:32 ഇങ്ങനെയാണ്: ഈ വസ്തുതയൊക്കെയും ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്, അനുസരിക്കുന്നവർക്ക് നൽകുന്നതാണ്
പരിശുദ്ധാത്മാവിനെ. മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4:31. അപ്പോസ്തലപ്രവൃത്തികൾ 4:31 ഇങ്ങനെയാണ്: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പ്രാർത്ഥിച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞു. അപ്പോ അതിന്റെ വ്യവസ്ഥകൾ എന്താണ്? ആത്മനിറവിനുള്ള വ്യവസ്ഥകൾ: പരിശുദ്ധാത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ സമ്മാനങ്ങൾ കൈപ്പറ്റാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കാൻ, എല്ലാം വേണ്ടത് ആത്യന്തികമായി പറഞ്ഞാൽ ദൈവാത്മാവ് തരുന്ന ആലോചനയ്ക്ക് നമ്മൾ വിധേയരാകണം. ദൈവാത്മാവിന്റെ ആലോചനയെ നാം ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പെന്തിക്കോസ്തിയിൽ അഗ്നിനാവുകളായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ഇത്രത്തോളം പഠിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രാർത്ഥിക്കാൻ, കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വളരെ വിനയത്തോടെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ അനുഭവത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ എളിയദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കൃപയോടെ കേൾക്കണമേ. ആമേൻ.